മത്സര പരീക്ഷകൾ എഴുതിയാൽ 10 പേർ ടോപ്പിലുണ്ടെങ്കിൽ 4 പേരെങ്കിലും മുസ്ലിങ്ങളോ മുസ്ലിം പെൺകുട്ടികളോ ആണ്. അപ്പം ഈ തരത്തിൽ താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഒരു കൗണ്ടർ സമ്മർദ്ദം അവരുടെ മേൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്നത്തെ പത്രം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിദേശ സ്കോളർഷിപ്പുകൾ, വളരെ പ്രശസ്തങ്ങളായ വിദേശ സ്കോളർഷിപ്പുകൾ കിട്ടുന്നതിലടക്കം മുസ്ലിം പെൺകുട്ടികൾ വളരെയധികം മുന്നോട്ടാണ്. ഞാനിതിനെ പഠിച്ചിട്ടില്ല, പക്ഷേ വെറുതെ ഇതെല്ലാം കണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ മലയാള മനോരമയിൽ ഒരു പങ്ക്തി എഴുതുന്നുണ്ട്, പെൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ. അപ്പം അവസാനം എഴുതിയ പങ്ക്തി ഇതിനെപ്പറ്റി തന്നെയായിരുന്നു. മുസ്ലിം പെൺകുട്ടികളുടെ മുന്നേറ്റം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും സാമൂഹികമായ കാര്യങ്ങളിലും ജോലികളുടെ കാര്യത്തിലും മുസ്ലിം പെൺകുട്ടികളുടെ മുന്നേറ്റം ഒരു വളരെ ശ്രദ്ധേയമായ സാമൂഹിക ചലനമാണ് എന്ന് ഞാനതിൽ എഴുതിയിട്ടുണ്ട്. കാരണം മത്സര പരീക്ഷകൾ എഴുതിയാൽ 10 പേർ ടോപ്പിലുണ്ടെങ്കിൽ 4 പേരെങ്കിലും മുസ്ലിങ്ങളോ മുസ്ലിം പെൺകുട്ടികളോ ആണ്. അപ്പം ഈ തരത്തിൽ താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഒരു കൗണ്ടർ സമ്മർദ്ദം അവരുടെ മേൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്നത്തെ പത്രം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിദേശ സ്കോളർഷിപ്പുകൾ, വളരെ പ്രശസ്തങ്ങളായ വിദേശ സ്കോളർഷിപ്പുകൾ കിട്ടുന്നതിലടക്കം മുസ്ലിം പെൺകുട്ടികൾ വളരെയധികം മുന്നോട്ടാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മനഃപൂർവ്വം അവർ ഏറ്റവും മുന്നിലാണ്. ഞാൻ പറയുന്നത് അങ്ങനത്തെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരിക്കും. അത് ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ എന്ന് മാത്രം ഞാൻ പറയില്ല. അത് ക്രിസ്തുമതത്തിലും ഒക്കെ ഉണ്ട്. ഞാൻ ഒരു ക്രിസ്തുമത നാമമുള്ളവനാണ്. അപ്പം ഞാൻ ഏത് മതത്തിൽ നിന്ന് പുറത്തു വന്നോ ആ മതത്തിൻ്റെ കഥ മുഴുവൻ എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പറയുന്നത് ഇവർക്കെല്ലാം ഉള്ളിൽ ഈ രോഗമുണ്ട്. പക്ഷേ അതിനെ അതിക്രമിച്ചാണ് ഈ കുട്ടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പേടിക്കാൻ കാര്യമില്ല. ഇവിടെ നിൽക്കില്ലേ, സൗദി അറേബ്യയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അത് അവിടെ പോയി ഒരു അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നിരിക്കുക. അപ്പം ഇത് പിടിച്ചു നിർത്താൻ പറ്റില്ല ഒരു തരത്തിലും. അതല്ലെങ്കിൽ ഇറാനിലേക്ക് പോലെ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പ്രത്യേക മതത്തെപ്പറ്റി നമ്മളിവിടെ ചർച്ച ചെയ്യണ്ട. ഞാൻ പറയുന്നത് ഇത് താങ്കൾ പറഞ്ഞത് ഒരു വശത്തുണ്ടെങ്കിൽ അതിനേക്കാളും കൂടി ഒരു ഡിഗ്രി കൂടെ മെച്ചപ്പെട്ട് മറുവശത്ത് പെൺകുട്ടികളുടെ ആകമാനമായ നീക്കം മുന്നോട്ട് വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. തെറ്റോ ശരി?